ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇനി ഗാസയിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, പാലസ്തീൻ മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ ഉണ്ടല്ലോ, അവശേഷിക്കുന്ന ആ പാലസ്തീനും ഉണ്ടാവില്ല. അപ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ അവശേഷിക്കില്ല എന്ന് സുവ്യക്തമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഇനി അത് യാഥാർത്ഥ്യമാവില്ല അല്ലേ? ഈ പറയുന്ന പലസ്തീൻ യാഥാർത്ഥ്യമാവില്ല അല്ല, നെതന്യാഹു പറയുന്നത് യാഥാർത്ഥ്യമാവും, പലസ്തീൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ അതിപ്പോൾ മാത്രമല്ല കുറച്ച് നാളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുതിയ കാലത്തെ സംഭവവികാസങ്ങളിൽ ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി മുന്നേറുന്ന സമയത്ത് അതിനെതിരെ പ്രതിരോധം തീർക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും പലസ്തീനിൽ അവശേഷിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. പലസ്തീൻ ജനത എന്ന് പറയുന്നത് കുറേ കഴിയുന്ന സമയത്ത് അങ്ങനെ ഒരു ജനതയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിൽ ചരിത്രം മാറും. ചരിത്രം മാറ്റുകയാണ് ചെയ്യുന്നത്. പലസ്തീനില്ല എന്ന് നെതന്യാഹു പറയുന്നത് ശരിയാണ്. കാരണം ഇസ്രായേലിനെ ആരാണ് ചോദ്യം ചെയ്യുന്നത്? ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇസ്രായേലിന് എല്ലാ സഹായവും അമേരിക്ക നൽകുകയും ചെയ്യുന്നുണ്ട്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലെ പല രാജ്യങ്ങളും അംഗീകരിച്ചു. അവരംഗീകരിച്ചിരുന്ന കാര്യം ഒരു രാജ്യത്തെ മറ്റ് കുറേ രാജ്യങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആ രാജ്യം നിലനിൽക്കില്ല. ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നതിന് ആവശ്യമായ ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ജനതയാണ്. ജനതയുണ്ട്, ഇവിടെ കുറേ ആളുകളുണ്ട്, പലസ്തീൻ ജനത എന്ന് പറയും. രണ്ടാമത് അതിൻ്റെ ഒരു അതിർത്തിയാണ്. അതിർത്തി ഇവിടെ ഇല്ല. അതിർത്തി ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. മൂന്നാമത് ആ അതിർത്തി സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സൈന്യമാണ്. ആ സൈന്യവും ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലില്ല. പിന്നെ ഒരു രാഷ്ട്രത്തിന് വേണ്ട പരമാധികാര സ്വാതന്ത്ര്യമാണ്, അതില്ലല്ലോ. ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് രാഷ്ട്രം നിലനിൽക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസിലെ ഫ്രാൻസോ ബ്രിട്ടനോ ഓസ്ട്രേലിയയോ അംഗീകരിച്ചതിൻ്റെ പേരിൽ പലസ്തീൻ ഉണ്ടാകുക ഇല്ല. കാരണം പലസ്തീൻ ഇപ്പോൾ ഒതുങ്ങി ഗസ പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായി. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ബാക്കി ഇപ്പോൾ അവശേഷിക്കുന്നത്. ആ വെസ്റ്റ് ബാങ്ക് പലസ്തീനായിട്ടായിരിക്കില്ല അംഗീകരിക്കപ്പെടുക. വെസ്റ്റ് ബാങ്കായിട്ട് ചിലപ്പോൾ അംഗീകരിച്ചെന്നിരിക്കും. അവിടെ ഇതൊക്കെ നടത്തുന്നുണ്ട്. ഈ സെറ്റിൽമെൻറ്റുകളൊക്കെ വെസ്റ്റ് ബാങ്കിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം താമസിയാതെ അവിടെ ഉള്ളവർ ഈ ജൂതരെ കൊണ്ട് നിറയുമ്പോൾ അവർ പോകും. അതെ, സെറ്റിൽമെൻറ്റ് ഇസ്രായേൽ കുറേ കാലമായിട്ട് തുടരുന്നൊരു പ്രക്രിയയാണ്. ഗസയിൽ അവരുടെ സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവന്നിരുന്നു, വെസ്റ്റ് ബാങ്കിലും സെറ്റിൽമെൻറ്റുകൾ കൊണ്ടുവരുന്നു, ജൂതന്മാരെ കയറ്റി അവിടെ താമസിപ്പിക്കുന്നു. ജൂതന്മാരുടെ അംഗസംഖ്യ വർദ്ധിക്കുകയും ജൂതന്മാർ നിരന്തരമായിട്ട് ഈ അയൽപക്കത്തുള്ള പലസ്തീൻകാരായിട്ടുള്ള മുസ്ലിങ്ങളുമായിട്ട് ശണ്ട കൂടുകയും ആ ശണ്ട അക്രമമായി തീരുകയും പിന്നെ പട്ടാളം ഇടപെടുകയും ഈ പ്രോസസ്സ് നിരന്തരമായി തുടരുകയും അവസാനം മുസ്ലിങ്ങൾ അവിടെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായേ പറ്റൂ എന്ന നിലയ്ക്ക് ഒരു നിലപാടാണ് നെതന്യാഹു എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പുണ്ടെന്ന് വെച്ചാൽ എനിക്ക് യോജിപ്പില്ല. പക്ഷേ എനിക്ക് യോജിപ്പില്ലായിരുന്നിട്ട് എന്തായാലും ഇതാണ് നടക്കാൻ പോകുന്നൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഇതിൽ എന്തുകൊണ്ട് നമുക്ക് യോജിപ്പില്ല എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെയും പരമാധികാര സ്വാതന്ത്ര്യത്തെ കവർന്നെടുക്കാൻ മറ്റൊരു രാഷ്ട്രം ശ്രമിക്കാൻ പാടില്ല എന്നാണ് ആധുനിക അന്താരാഷ്ട്ര നിയമവ്യവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതിനനുസരിച്ചാണ് അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്. മാത്രമല്ല അവിടെ നടക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും കൂട്ടക്കുരുതികളെയും ആർക്കും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യം, വാട്ട് ഈസ് ദ റിയാലിറ്റി എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് നെതന്യാഹു പറഞ്ഞത് തന്നെയാണ്. പലസ്തീൻ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ ഞാനും കരുതുന്നു. അതായത് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകൾ നേരിട്ട അതേ അവസ്ഥയാണ് പലസ്തീനിലെ ജനങ്ങൾ നേരിടുന്നത്, ഇല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലൊക്കെ ഉള്ളവർ നേരിടുന്നത്. സ്വന്തം സ്ഥലം അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചരിത്രപരമായി ചിലപ്പോൾ ഈ പറയുന്ന പലസ്തീനികളുടെ ആയിരിക്കില്ല ആ ഭൂമി, കാരണം അവർക്ക് മുമ്പ് ഉണ്ടായിരുന്നവരാണ്. അവിടെ അവർ താമസിച്ചിരുന്നായിരിക്കാം. അതിപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന രീതികളനുസരിച്ചിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ന്യായവും അന്യായങ്ങളും ഉണ്ടാകും. യുദ്ധങ്ങൾ കയ്യേറ്റങ്ങളാണ്, എന്നുവെച്ചാൽ അന്യായങ്ങളാണ്. എവിടെ യുദ്ധങ്ങളുണ്ടാകുന്നോ അവിടെയൊക്കെ അന്യായമാണ് നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരപ്രവർത്തനം, അന്യായമായ പ്രവർത്തനമാണ്. ഇതെല്ലാം മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്ന മര്യാദയുടെ അല്ലെങ്കിൽ മാനവീയതയുടെ നിയമങ്ങളൊന്നും ഒരു പ്രസക്തിയില്ല. നെതന്യാഹു പറയുന്നത് തന്നെയാണ്. അതിനൊറ്റ കാരണമാണ് അവർ പറയുന്നത്. അത് പറയുന്നത് എന്താണ്? ഒക്ടോബറിൽ അവിടെ നടത്തിയ അതിഭീകരമായിട്ടുള്ള ആക്രമണം ഹമാസ് നടത്തി 2000-ലധികം ജൂതവംശരായിട്ടുള്ള ആളുകൾ കൊന്നു. അതിനുള്ള പക എന്ന നിലക്ക് അവർ എല്ലാ മുസ്ലിങ്ങളെയും, പലസ്തീനുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിലെയും ഓടിച്ചു കളയുന്നു അല്ലെങ്കിൽ കശാപ്പ് ചെയ്യുന്നു. അതിനവർക്ക് ലൈസൻസ് കൊടുത്തത് യഥാർത്ഥത്തിൽ ഹമാസാണ്. അതുകൊണ്ട് ഹമാസാണ് അതിന് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം പറയേണ്ടത്.
ഒരു രാഷ്ട്രത്തിന് വേണ്ടി പലസ്തീനുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഈ ഹമാസ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് പലസ്തീനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഘടകമായി മാറി. അങ്ങനെയാണ് പലസ്തീൻ ഇല്ലാതാകുന്നത് ഇപ്പോൾ. അതായത് ആയുധം കൊടുത്തിട്ട് അടിച്ചോളാൻ പറഞ്ഞതുപോലെയായി ഹമാസ് ചെയ്ത പ്രവൃത്തി എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങൾ അവസാനം ഹമാസിനെതിരെ പ്രകടനം നടത്തുകയൊക്കെ ചെയ്തു. ഗാസയിലുള്ളവർ ഹമാസ് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഈ ജനങ്ങളൊക്കെ വളരെ ദുർബലരാണ്. അപ്പോൾ ദുർബലരായിട്ടുള്ള ജനങ്ങളെ അംഗീകരിക്കും. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം നടത്തി. നമ്മൾ നടത്തിയ സമരം നിസ്സഹകരണ പ്രസ്ഥാനവും അതേപോലെ തന്നെ ഉപവാസ സമരവും അഹിംസാ സമരവും ഒക്കെ ആയിരുന്നു. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അന്തസ്സുണ്ടായതിൻ്റെ പേരിലാണ് ആ സമരങ്ങൾക്ക് വ്യാപ്തി ഉണ്ടാവുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത്. അതിനു പകരം വളരെ നിഷ്ഠൂരമായ തെമ്മാടിത്ത സ്വഭാവം കാണിക്കുന്ന തരത്തിൽ ബ്രിട്ടീഷുകാർ പെരുമാറിയിരുന്നെങ്കിൽ നമ്മളുടെ സമരം വിജയിക്കണമെന്നില്ല. എല്ലാ സമരങ്ങൾക്കും വിജയമുണ്ടാകുന്നത് ആ സമരങ്ങളുടെ പ്രശ്നങ്ങൾ എന്തിനാണ് ആ സമരം നടക്കുന്നത്, ആ പ്രശ്നങ്ങളോട് സമീപനം എങ്ങനെയാണ്, നീതിപൂർവമായിട്ടുള്ള സമീപനമാണ് അല്ലേ? നീതിപൂർവമായ സമീപനം അല്ലെങ്കിൽ ആ സമരങ്ങൾക്കൊരു പ്രസക്തി ഉണ്ടായാലും സമരത്തെ ആരും കേൾക്കില്ല. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ പല സമരങ്ങളും നടക്കുന്നുണ്ട്. സർക്കാർ അതൊക്കെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നു. അങ്ങനെ പാടില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭരണകൂടങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്താണ് വിഷയം എന്നന്വേഷിച്ച് അത് പ്രസക്തമാണെങ്കിൽ പരിഗണിക്കുന്ന രീതിയാണ് സ്വീകരിക്കേണ്ടത്. ആ രീതി സ്വീകരിക്കാതിരിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള അടിച്ചമർത്തലുകൾ അല്ലെങ്കിൽ അരച്ചു തീർക്കലുകൾ അത് നടക്കും. അതാണ് പലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹു വളരെ ശക്തമായിട്ട് പറയുന്ന കാര്യം അത് തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ മറ്റ് ശക്തികൾ തയ്യാറാവുന്നില്ല. അവർക്ക് ആവശ്യമില്ല. ഇപ്പോൾ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ അവർക്കെതിരെ തിരിയാൻ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കേണ്ട കാര്യമുള്ളൂ. പലസ്തീനിലെ ആളുകൾ മരിച്ചാൽ അവർക്കെന്ത് എന്ന സമീപനമാണ് അവരെടുക്കുന്നത്. ഇത് പൊതുവെ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു സെൽഫ് സെൻറ്റേഡ് കാഴ്ചപ്പാടാണ്. മുൻപ് അങ്ങനെയല്ലായിരുന്നു. ഒരു രാഷ്ട്രത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആ രാഷ്ട്രമായിട്ട് എന്തെങ്കിലും ഉടമ്പടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റേ രാഷ്ട്രം അതിനകത്ത് കയറി ഇടപെടും. അതൊക്കെ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പലസ്തീൻ അനാഥമായിരുന്നു ഒരുപാട് കാലമായി. ആരും അവരെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടെ വളർന്നു വന്ന തീവ്രവാദം തന്നെയാണ്. ആ തീവ്രവാദം കൊണ്ട് അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ നോക്കൂ, ഖത്തറിൽ ബോംബ് പൊട്ടി. എന്താ കാരണം? ഹമാസ് അവിടെ ചെന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അവർ താമസിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പേരിലാണ് ബോംബിടുന്നത്. അപ്പോൾ ഈ ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘങ്ങളെ ആർക്കും ഇന്ന് അടുത്ത് നിർത്താനോ അല്ലെങ്കിൽ സഹായിക്കാനോ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ പലസ്തീൻ ജനതയ്ക്ക് ഒരു നല്ല കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഉണ്ടായിരുന്നത് യാസർ അറാഫത്തിൻ്റെ കാലമായിരുന്നു. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം നടത്തിയ സമരങ്ങളും പോരാട്ടങ്ങളൊക്കെ ജനാധിപത്യപരമായ പോരാട്ടങ്ങളായിരുന്നു. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും അതിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. അപ്പോഴാണ് പലസ്തീന് ഒരു എന്താണ് നമുക്ക് പറയാവുന്നത്, അതിനൊരു എൻറ്റിറ്റി എന്ന നിലക്ക് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുകയും അതങ്ങനെ ലോകത്ത് നിലനിൽക്കുകയും ചെയ്യുന്നത്. ആ ഐഡൻറ്റിറ്റിയാണ് ഇപ്പോൾ നെതന്യാഹു എന്ത് ചെയ്യുന്നത്, മുറിച്ച് മാറ്റുന്നത്. ഇല്ല, പാലസ്തീൻ എന്ന് പറയുന്ന സാധനമില്ല, ഉണ്ടാവില്ല, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അതായത് ഈ ചരിത്രമൊക്കെ, അതായത് ചരിത്രത്തിൻ്റെ കഥകൾ, അത് ആരുടെ പക്ഷത്തായാലും ശരി തന്നെ, അതൊക്കെ മ്യൂസിയത്തിൽ വെക്കാനേ കൊള്ളാവൂ. ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമേ ഇല്ല. പക്ഷേ ഇനി ഒരു ചോദ്യം വരുന്നത് ഭാവിയാണ്. അടുത്ത ചോദ്യം എന്താ? ഭാവിയാണ്. ഇസ്രായേൽ ഈ പറയുന്ന പോലെ ഇനി പാലസ്തീൻ ഇല്ല എന്ന് പറയുന്നു. ഇനി പാലസ്തീൻ ഇല്ല എങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എങ്ങോട്ട് പോകും, എവിടെ ജീവിക്കും? എന്തായാലും ഗാസ എന്ന് പറയുന്ന മുഴുവൻ പ്രദേശവും ഇസ്രായേൽ കീഴടക്കും. അവിടെ ഉള്ളവർ എങ്ങോട്ട് പോകും, ഇനി എവിടെ ജീവിക്കും? അതിന് മറുപടി പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, UN അടക്കമുള്ളത്. മാഷിന് എന്ത് തോന്നുന്നു, ഇനി എന്താവും അവരുടെ ജീവിതം? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ നീതിപൂർവമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം നടത്തിയുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് കഴിയില്ല. വലിയ പലായനം അവിടെ നിന്നുണ്ടാകുകയും അവരൊക്കെ ആ പലായനത്തിൻ്റെ ഫലമായിട്ട് നശിച്ചു പോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇല്ലാതാക്കപ്പെടും. കാരണം ഇവരെ അങ്ങനെ തന്നെ ഏറ്റെടുക്കാനായിട്ട് പോലും അറബ് രാഷ്ട്രങ്ങൾ തയ്യാറില്ല. കാരണം അവരൊരു മുസ്ലിം സമൂഹം എന്ന നിലക്ക് അവരെ ഏറ്റെടുക്കാനായിട്ട് അറബ് രാഷ്ട്രങ്ങൾ തയ്യാറായിരുന്നെങ്കിൽ ആ ജനതയ്ക്ക് വീണ്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. എന്താണ് സമയം ഇത്രമാത്രം നിസ്സഹായമായ രീതിയിൽ ഒരു ജനത മാറ്റം ചെയ്യപ്പെടുന്നത് ഈ പുതിയ കാലത്ത് മാത്രം സാധ്യമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
മുൻപ് അങ്ങനെ സാധ്യമാകുമായിരുന്നില്ല. ഇനി വരാൻ പോകുന്ന കാലത്ത് എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. അതായത് പാലസ്തീനിൽ ജീവിച്ചിരുന്നതായിട്ടുള്ള ജനങ്ങൾ അവരെവിടെ, അവർക്കെന്ത് സംഭവിക്കുന്നു, അത് വലിയ ചോദ്യമായിട്ട് നമ്മുടെ മുന്നിലും ചരിത്രത്തിന് മുന്നിൽ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.